കാട്ടിലങ്ങാടി മഹല്ല് പള്ളിയിൽ മോഷണം. മാസാന്ത സ്വലാത്ത് വക നേർച്ചപ്പെട്ടി മോഷണം പോയി. മഹല്ല് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. ആദവനാട് കാട്ടിലങ്ങാടി ജുമാ മസ്ജിദിലെ മാസാന്ത സ്വലാത്ത് വക നേർച്ചപ്പെട്ടി മോഷണം പോയി. ശനിയാഴ്ച രാവിലെ 11-നും 12-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ഈ സമയത്ത് ഖതീബും മുക്രിയും നിക്കാഹ് ആവശ്യാർത്ഥം പുറത്തുപോയതായിരുന്നു. ഇന്ന് ഒരു 10:45 സമയത്ത് ഞങ്ങൾ നിക്കാഹിന് പോയിരുന്നു. ആ സമയത്ത് നമ്മളെ പള്ളിയിലെ നേർച്ചപ്പെട്ടി, അതായത് സ്വലാത്തും പെട്ടി, ആ പെട്ടി കുറേ കാലമായിട്ട് അതിൽ കാശ് എടുക്കാറില്ല, എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും എടുക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 11-ൻ്റെയും 12-ൻ്റെയും ഇടയിലായിട്ട് ആ പെട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ പോകുന്ന സമയത്ത് ആ പെട്ടിയുടെ നിലവിലുണ്ട്. എന്നിട്ട് വന്ന് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പെട്ടിയുടെ കാണില്ല. അപ്പം ഇങ്ങനെ ചുറ്റുപാടത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അടുത്ത വീട്ടിൽ ഉള്ളവർ പറഞ്ഞ സംശയിക്കുന്ന വിധത്തിൽ 2 ആൾക്കാർ, അറിയാത്ത 2 ചെറുപ്പക്കാരെ, 20 വയസ്സ് തോന്നുന്ന 2 ചെറുപ്പക്കാർ വന്ന് കാട്ടിലങ്ങാടിക്ക് എങ്ങനത്തെ വഴി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ള ആളുകളാകാൻ സാധ്യതയില്ല. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. നേർച്ചപ്പെട്ടിയിൽ 1/4 ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പള്ളിയുടെ അകത്ത് റൂമിലായിരുന്നു നേർച്ചപ്പെട്ടി. എന്നാൽ റൂമിന്റെ വാതിൽ കത്തി ഉപയോഗിച്ച് തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും താക്കോൽ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൂട്ട് തുറന്നാണ് മോഷണം നടത്തിയത്. പള്ളിയുടെ മുകളിലെ നിലയിലും മോഷണ ശ്രമം നടത്തിയതായി കാണപ്പെട്ടു. ഇന്ന് 20-ാം തീയതി നമ്മുടെ കാട്ടിലങ്ങാടി ജുമാ മസ്ജിദിൽ നിന്ന് ഇവിടെ മാസാന്തരം നടത്തിവരുന്ന സലാത്തിൻ്റെ ഒരു നേർച്ചപ്പെട്ടി ഇവിടെ താഴെ ഉണ്ടായിരുന്നൊരു റൂം തുറന്ന് അതിൽ നിന്നും ആരോ, നമുക്ക് ആളറിയില്ല, വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 11 മണിൻ്റെയും 12 മണിൻ്റെയും ഇടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പം ഇന്നൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര രൂപ ഉണ്ടാവും അതിൽ പെട്ടിയിൽ? ഏകദേശം 2018-ന് ശേഷം ആ പെട്ടി നമ്മൾ തുറന്നിട്ടില്ല, തുറക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 20,000 രൂപയുടെ മേലെന്തായാലും അതിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത. പോലീസിൽ പരാതി കൊടുത്തു? പോലീസിൽ പരാതി കൊടുക്കാൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇവിടെ വന്നിട്ട് നേരത്തെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോലീസിൽ പരാതിപ്പെടാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2-അംഗ സംഘം പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നതായും കാട്ടിലങ്ങാടിയിലേക്കുള്ള വഴി ചോദിച്ചതായും പള്ളിയുടെ അടുത്ത വീട്ടിലെ കുട്ടികൾ പറയുന്നുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്ന് മഹല്ല് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.